നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ചെറിയ യാത്ര പോവാണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തേക്ക്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി മനോഹരമായ പാട്ടുകളൊക്കെ വെച്ചിട്ട് എല്ലാവരും തുള്ളി കളിച്ച് ഡാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഡാൻസിന് യാതൊരു കുറവ് വരുത്തിയിട്ടില്ല. പറ്റാവുന്ന പുതിയ സ്റ്റെപ്പുകളൊക്കെ കണ്ടെത്തി മനോഹരമായ ഡാൻസ്. പ്രിൻസ് മാഷുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങളൊക്കെ. അതുപോലെ ഓരോരുത്തരും ആരും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പുകളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നേരം വെളുത്തു മൂന്നാറിൻ്റെ കവാടമായ നേര്യമംഗലം പാലം കടന്ന് നമ്മൾ യാത്ര തുടർന്നു. അപ്പോഴും വണ്ടിയിൽ പാട്ട് നിർത്തിയിട്ടില്ല. പാട്ടും മാറി മാറി വരുന്നുണ്ട്. അതിനനുസരിച്ച് സ്റ്റെപ്പുകളും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് പോണ വഴിക്ക് ചീയപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ നിന്ന് നിർത്തി. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വാട്ടർഫാൾസ് കാണാൻ. പക്ഷേ വേനലായതുകൊണ്ട് തന്നെ നിരാശ ആയിരുന്നു ഫലം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ നമ്മളവിടെ ഇറങ്ങി എല്ലാവരും സെൽഫി എടുക്കണു, ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കണു, ബഹളമായ. അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിട്ട് ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടെ ബസ്സാണ്. നമ്മൾ ടൂർ പാക്കേജ് എടുത്ത് തരണം. നമ്മുടെ ടൂർ ഗൈഡാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് തരുന്നത്. തേജസ് എന്ന് പറഞ്ഞിട്ട് പേരുള്ള ആളെന്നെ അവസാനം കാണിക്കാം, വീഡിയോയുടെ ഏറ്റവും അവസാനം. അപ്പോൾ എല്ലാവരും ഓടി വന്ന് ബഫൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു സ്ഥലത്ത് പോയിരുന്നു. ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റ് പോകേണ്ടവരൊക്കെ ടോയ്ലറ്റിൽ പോയി. അതെല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഹോട്ടലാണ് അടിമാലിയിൽ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത യാത്ര എത്തിച്ചേർന്നത് ടൈഗർ കേവിലാണ് കേട്ടോ. കാലത്ത് 9 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് അത് അടയ്ക്കും. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ ചെറിയ ഒരു ഇരുമ്പ് പാലമുണ്ട്. ഇരുമ്പ് പാലം കടന്നിട്ട് വേണം ആ ടൈഗർ കേവിലേക്ക് എത്തിച്ചേരാൻ. ഇരുമ്പ് പാലത്തിൻ്റെ മുകളിലൂടെ ഒരേ സമയം 5 പേരെ മാത്രമാണ് കടത്തിവിടുള്ളൂ. അപ്പോൾ നമ്മൾ ഇരുമ്പ് പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് 2 സൈഡിൽ പാറക്കൂട്ടങ്ങൾ. അതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകുന്നു. വേനലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴുകുന്നുള്ളൂ. വേണ്ട, ഈ ഇരുമ്പ് പാലം നന്നായി കുലുങ്ങുന്നുണ്ട് ആളുകൾ കൂടുതൽ കയറുമ്പോൾ. അതുപോലെ ഇതിൻ്റെ വശങ്ങളിലുള്ള കാട് അതൊക്കെ നമുക്ക് കാണാം. ആ പച്ചപ്പ് അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇരുമ്പ് പാലം കടന്നു. അതിനുശേഷം നമ്മളത് ഈ വള്ളിപ്പടർപ്പ് പിടിച്ച സ്ഥലത്തു കൂടെ നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം മുന്നോട്ട് ട്രക്ക് ചെയ്ത് നടന്നു പോയാലാണ് നമുക്ക് ടൈഗർ കേവിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. മഴയുള്ള സമയത്ത്, മഴക്കാലത്ത് ഇവിടെ ഈ ഗുഹയ്ക്കുള്ളിൽ പുലി വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ തേനെടുക്കാൻ വന്ന കാട്ടുവാസികൾ പറഞ്ഞത്. ഇവിടെയുള്ള ആളുകൾ ഇവിടെ വന്നപ്പോൾ തേനെടുക്കാനും വനവിഭവങ്ങൾ ശേഖരിക്കാനൊക്കെ വന്നപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തിരുന്ന സമയത്ത് ആ ഗുഹയ്ക്കുള്ളിൽ ഈ ഗുഹയ്ക്കുള്ളിൽ പുലി വന്ന് അഭയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. താമസിച്ചത് കണ്ടോ പറയുന്നത്. അതുപോലെ നല്ല കുത്തനെയുള്ള ഇറക്കാണ്. നല്ല പ്രയാസപ്പെട്ടിട്ട് വേണം ഇങ്ങോട്ട് എത്തിച്ചേരാൻ. ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഇതിൻ്റെ ഉൾഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉൾഭാഗത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിൽ നല്ല കൂറ്റൻ പാറകളും അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞിട്ട് വേണം നമ്മൾ ആ ഉള്ളിലേക്ക് പോകാനായിട്ട്. ഉള്ളിൽ നല്ല തണുപ്പാണ്, നല്ല കൂളിങ്ങാണ്, നല്ല AC ഇട്ട പോലത്തെ നല്ല കൂളിങ്ങാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടാ നമ്മൾ നുഴഞ്ഞ് അങ്ങോട്ട് പോയത്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വേണം അതിൻ്റെ ഉള്ളിലേക്ക് എത്താം. കണ്ടോ, ഭയങ്കര ഇരുട്ടും
ഭയങ്കര കൂളിങ്ങുമാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും പുറത്തേക്ക് എത്തിയിട്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇത് ഓരോരുത്തർ വന്ന് നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഇതെല്ലാവരും വരിയായിട്ട് നിൽക്കുന്നുണ്ട്, ഓരോരുത്തർ ഓടിക്കൊണ്ട് വീണ്ടും വരിയായിട്ട് നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കും. സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ഫോട്ടോ. പിന്നെ അവിടുന്ന് വീണ്ടും അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. പാലം കടന്ന് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത് നമ്മൾ ജീപ്പ് സഫാരിയാണ്. ഇവിടുന്ന് മുതൽ ജീപ്പിലാണ് പോണത്. അപ്പോൾ എല്ലാവരും റെഡി. 3 ജീപ്പുകളുണ്ട്. ഒരു ജീപ്പിൽ 8 ആൾ വെച്ചിട്ട് കയറ്റും. അപ്പോൾ നമ്മൾ സെറ്റായി ഇവിടുന്ന് യാത്ര തുടങ്ങി. അടുത്തത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. 33 വാട്ടർഫാൾസ്, 33 വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. ഇവിടെ 33 വാട്ടർഫാൾസ് ഉണ്ടായിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇതിലൂടെ റോഡ് പണിയുമ്പോൾ അവർ റോഡിൻ്റെ അടയാളമായിട്ട് മയിൽക്കുറ്റികൾ പതിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിലോമീറ്ററിൽ എഴുതിയിരുന്നു. അങ്ങനെ 33ാമത്തെ മയിൽക്കുറ്റി ഇവിടെയാണ് അവർ പാകിയത്. അതിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർഫാൾസ് എന്നാണ് അവർ അർത്ഥാക്കുന്നത്. 33 വാട്ടർഫാൾസ്, അതായത് അവർ പാകിയ 33ാമത്തെ മയിൽക്കുറ്റിക്ക് അടുത്തുള്ള വാട്ടർഫാൾസ് ഒരു ലാൻഡ് മാർക്കായിട്ട് അവർ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും അവർ യൂസ് ചെയ്ത് തരണം. അങ്ങനെ അടിപൊളി ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ ത്രില്ലിംഗ് ആണ് സംഭവം. പേടിക്ക് പേടി. എന്തൊക്കെയായാലും നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. പക്ഷേ വേനൽ തുടങ്ങിയതിനാൽ വെള്ളം വളരെ കുറവായിരുന്നു. എന്നാലും അത്യാവശ്യം ഇറങ്ങി കുടിക്കാനും ഒക്കെയുള്ള വെള്ളം ഉണ്ടായി. നമ്മളതിൻ്റെ ഏകദേശം മുകളിലേക്ക് വരെ കയറി. എന്നിട്ട് പല സൈഡിൽ നിന്നുള്ള പല വ്യൂസിലുള്ള വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ കുളിയും അവിടുത്തെ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോണത് ഫുഡ് അടിക്കാനാണ്. നമ്മളിപ്പോൾ ഏകദേശം ഉച്ചയാവാറായി എന്നല്ല, അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. അതിനുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ എത്തിയിട്ട് ബഫേണ്. അവർ നമുക്ക് ഭക്ഷണം വിളമ്പി തന്നു. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് അടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു ജീപ്പിൽ തന്നെ. ഉദ്വേഗജനകമായ യാത്ര. പല സ്ഥലത്തും പോകുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ആനയൊക്കെ ഇറങ്ങി വരുന്ന ആനത്തരയിലൂടെയാണ് നമ്മൾ പിന്നെ യാത്ര തുടർന്നത്. ആന പല കൃഷിയിടങ്ങളും ചവിട്ടി മെതിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വശങ്ങളിലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും കണ്ടു. വളരെ ദൂരത്തുനിന്ന് വെള്ളം മലമുകളിലൂടെ ഒലിച്ചിറങ്ങുന്നത് അതിമനോഹരമായ കാഴ്ച കണ്ടു. പിന്നെ നമ്മളൊരു ചെറിയ ചെക്ക് ഡാമിലാണ് എത്തിച്ചേർന്നത്. അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ട് അതിമനോഹരമായ വീഡിയോസൊക്കെ പകർത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു.
പിന്നീട് ഞങ്ങൾ പോയത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരുപാട് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം ആണ് അവിടെ എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരുപാട് ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആനകളല്ല, ആനകൾ കൂട്ടമായിട്ടാണ് ഇവിടേക്ക് വെള്ളം കുടിക്കാൻ വരിക എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ് വേനലായതുകൊണ്ട് തന്നെ. അതുപോലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ കുമിളകൾ ഇടയ്ക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പുവെള്ളമെന്നാണ് അങ്ങനെയൊക്കെയാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആനകളെ കാത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാത്ത് നിന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ഒരാനയെ പോലും കാണാനായിട്ട് സാധിച്ചില്ല. അടുത്ത നമ്മൾ അടിപൊളി സംഭവമായിട്ടാണ് ചെയ്തത്. റിവർ ക്രോസിങ് കിടിലൻ, പേടിച്ച് മരിച്ചു പോയി എന്ന് പറയില്ല അമ്മാരി, അടിപൊളി സംഭവമാണ്. ഈ റിവർ ക്രോസ് നടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ നദിയിൽ തന്നെ ചങ്ങാടത്തിൽ പോകാൻ പറ്റും. 100 രൂപ 20 മിനിറ്റിന് ചങ്ങാടത്തിൽ കുറച്ച് ദൂരം തുഴഞ്ഞു പോയിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമ്മൾ റിവർ ക്രോസിങ് ഒക്കെ കഴിഞ്ഞ് പോയത് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനാണ്. പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. 10 രൂപയാണ് ഇവിടേക്ക് എൻട്രി ഫീസ് വരുന്നത്. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടേക്ക് പ്രവേശനമുണ്ട്. അതിമനോഹരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് നമ്മുടെ യാത്രകൾ അവസാനിക്കുകയാണ്. നമ്മൾ മെല്ലെ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ആ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ ഒന്ന് നിർത്തി. അവിടെ വെച്ച് അതിമനോഹരമായ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുത്തു, അതുപോലെ സെൽഫി എടുത്തു. നമ്മളെ ടൂർ ഓപ്പറേറ്ററിനെ ഞാൻ കാണിച്ചു തരാമെന്ന് വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ തേജസാണ് ഈ വീഡിയോ എടുത്തത്, ഞങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ എടുത്തത്. പുള്ളീനെ ഇപ്പോൾ കാണാം. പുള്ളി ഇത് വീഡിയോ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മുടെ വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളീനായിട്ട് ഒരു സെൽഫി വീഡിയോ ഉണ്ട്, അതിൽ നമുക്ക് പുള്ളീനെ കാണാം. അപ്പോൾ പുള്ളിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. പുള്ളിയുടെ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതാണ് നമ്മുടെ തേജസ്. കണ്ടില്ലേ, പല്ലളിച്ച് നിൽക്കണ ഈ പഹയൻ, ഭയങ്കര പഹയനാട്ടാ.